ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രാങ്കണത്തെ സംഗീത സാന്ദ്രമാക്കി 24ാമത് ആറാട്ടുപുഴ ശ്രീ ശാസ്താ സംഗീതോത്സവത്തിന് തുടക്കം. ഞായറാഴ്ച രാവിലെ 4 മണിക്ക് 108 കരിക്കഭിഷേകത്തോടെയാണ് ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് രാവിലെ 5:15 വൈകിട്ട് 5:30 ചുറ്റുവിളക്ക് സമർപ്പണം നടന്നു. വൈകിട്ട് 6 മണിക്ക് ആറാട്ടുപുഴ ശ്രീ ശാസ്താ സംഗീതോത്സവത്തിന് തുടക്കമായി. പ്രശസ്ത സംഗീതജ്ഞ മീര രാംമോഹൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. സാവധാനം അടിയൻ കൊളുത്തിനേ ഈ ഒരു ആറാട്ടുപുഴ ശ്രീ ശാസ്താ സംഗീതോത്സവം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ആദ്യമായിട്ടാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ വരുന്നതും പാടാൻ ഒരവസരം ലഭിക്കുന്നതും. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. ക്ഷേത്രവുമായി 24 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അത്രയും വലിയൊരു പാരമ്പര്യം ഇതിന് അവകാശപ്പെടാനുണ്ട് എന്നറിഞ്ഞു. പ്രഗത്ഭമതികളായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉദ്ഘാടനം ചെയ്തൊരു വേദിയാണ്. അതിൻ്റെ ഒരു മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംഗീതം കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് കിട്ടുന്ന കിട്ടുന്ന ചില ഭാഗ്യങ്ങളും യോഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതിനെ കരുതുകയാണ്. എന്തായാലും ക്ഷണിച്ചതിലുള്ള സന്തോഷം. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഒപ്പം ആശംസിക്കുകയും ചെയ്യുന്നു. പത്മശ്രീ പെരുമനം കുട്ടന്മാരാർ അധ്യക്ഷനായി. കൈതപ്പുറം സാരും കലാമണ്ഡൽ കേശവേട്ടനും തുടങ്ങി സംഗീതജ്ഞർ നിരവധി വേദികളിലൊക്കെ വരുമ്പോൾ പലപ്പോഴും പറയും, ഒരു പാട്ട് പാടണം, ഒരു സംഗീതം കേൾക്കണം എന്ന് നമ്മൾ പറഞ്ഞു പാടിക്കാറുണ്ട് ഉദ്ഘാടന സമയത്ത്. ഇത്തവണ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി, അത് കഴിഞ്ഞാൽ മീരയുടെ വാക്കുകൾ, മീരയുടെ പ്രസംഗം നമുക്ക് കേൾക്കാം. അതിനുശേഷം നല്ലൊരു സംഗീത വിരുന്ന് മീര ഇവിടെ അവതരിപ്പിക്കും എന്നുള്ളത് അത് കേൾക്കാനാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അത് ഇത്തവണത്തെ സംഗീതോത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നാളെ രാവിലെ പുല്ലാങ്കഴ് കച്ചേരിയോടുകൂടി സംഗീത ഉത്സവം ആരംഭിക്കും. പതിവുപോലെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം അവസാന ദിവസം പഞ്ചരത്ന കീർത്തനത്തോടു കൂടിയാണ് ആറാട്ടുപുഴ സംഗീതോത്സവം സമാപിക്കാറ്. ഇക്കൊല്ലവും ശാസ്താവിൻ്റെ അനുഗ്രഹത്താൽ പ്രതിഷ്ഠാദിന ആഘോഷങ്ങൾ എല്ലാം സംഗീതോത്സവവും എല്ലാം ഭംഗിയായി നടക്കാൻ ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതി ഏർപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു. ആറാട്ടുപുഴ, പല്ലിശ്ശേരി, പനങ്കുളം, മുളങ്ങ്, ഞെരുവിശ്ശേരി പ്രദേശങ്ങളിൽ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ഉം ഡിഗ്രി വിഭാഗത്തിൽ 80% മുകളിലും വിജയം നേടിയ കുട്ടികൾ അനുമോദനം ഏറ്റുവാങ്ങി. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പെരുവനം സതീശൻ മരാർ, തിരുവഞ്ചുക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ AP സുരേഷ് കുമാർ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ക്ഷേത്രോപദേശക സമിതി ജോയിന്റ് സെക്രട്ടറി K സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മീര രാംമോഹൻ നയിച്ച സംഗീത കച്ചേരി അരങ്ങേറി. സംഗീത കച്ചേരിക്ക് ശേഷം രാത്രി 9:30 തിരുവാതിരക്കളിയും അരങ്ങേറി. ആറാട്ടുപുഴ ലാസ്യ നൃത്താലയ, ആറാട്ടുപുഴ നന്ദനം തിരുവാതിരക്കളി സംഘം, ആറാട്ടുപുഴ ശ്രീ ശാസ്താ തിരുവാതിരക്കളി സംഘം എന്നിവയാണ് തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. 15 ബുധനാഴ്ചയാണ് പ്രതിഷ്ഠാദിന മഹോത്സവം.